ഇന്ന് ജബൽ ഷംസിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം. ഈ മനോഹരമായ തണുത്ത പ്രഭാതം ശരിക്കും വേറിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പ്രഭാതത്തിന്റെ ആദ്യ വെളിച്ചം പൊട്ടിവിടരുമ്പോൾ ആകാശം നീലയിൽ നിന്ന് പർവ്വതങ്ങളെ പ്രകാശിപ്പിക്കുന്ന സ്വർണ്ണ നിറങ്ങളിലേക്ക് മാറുന്നു. വളരെ ശാന്തമായ ഈ സ്ഥലത്ത് നിശബ്ദതയെ തകർക്കുന്നത് കാറ്റിന്റെ മൃദുലമായ ശബ്ദവും ഇടയ്ക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പ്രകൃതിയോട് ഇത്രയും ചേർന്ന് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും വൈഫൈയും ഫോൺ കോളുകളും ഒന്നും ഇല്ലാതെ കുറേ സമയം നമ്മളെല്ലാം സ്പെൻഡ് ചെയ്യും. എല്ലാവരും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത് കുറേ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മോർണിംഗ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ചിലവഴിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ എടുത്തു, കുട്ടികൾ പ്ലേ ഏരിയയിൽ പോയി കുറച്ചു. പിന്നെ നമ്മുടെ പാക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം ഒരു 10 മണിയായി കാണും നമ്മൾ അവിടെ തിരിച്ചു. ഇത് നമ്മളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ അൽ ഹുദ ഗുഹകളാണ്. ഏകദേശം 2 മില്യൺ വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്ന ഈ അൽ ഹുദ ഗുഹ ജബൽ ഷംസ് മലനിരകളുടെ ചുവട്ടിലാണ്. ഈ പ്രകൃതിദത്തമായ ഗുഹയുടെ ഇക്കോസിസ്റ്റം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതിന് ഭൂമിക്കടിയിൽ തന്നെ 4 കൂടുതൽ തടാകങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒമാൻ ഗവൺമെൻറ് നല്ല രീതിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെ നമുക്ക് നടക്കാനുള്ള വാക്ക് വേസും നടന്ന് ക്ഷണിക്കുമ്പോൾ ഇരിക്കാൻ കുറച്ച് ബെഞ്ചുകളും ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 240 സ്റ്റെപ്പുകൾ ഉണ്ടെന്നാണ് കണക്ക്. ഇതെല്ലാം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് കയറാൻ പറ്റില്ല, പല ഭാഗങ്ങളിലാണ് ഗുഹ. ആദ്യം കയറ്റം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് രസമായിരുന്നു. ഹണ്ടിങ് സ്പൈഡേഴ്സ്, അറേബ്യൻ ഫ്രോഗ്സ്, വാദി റേസർ സ്നേക്സ്, മോസ്റ്റേൽ ബാറ്റ്സ്, ഇതൊക്കെ പുറമെ ബ്ലൈൻഡ് ഫിഷായ ഗാരെ ബുറൈമിയുടെയും ആവാസ കേന്ദ്രമാണ് ഈ അൽ ഹുദ ഗുഹ. അങ്ങനെ ആ ഗുഹയൊക്കെ കണ്ട് കുറേ നല്ല പിക്ചേഴ്സൊക്കെ എടുത്ത് ഞങ്ങൾ അതൊക്കെ പുറത്തേക്ക് നടക്കും. അവിടെ ഇതിനോട് ചേർന്നൊരു മ്യൂസിയം കൂടി ഉണ്ട് കേട്ടോ. അവിടെ എങ്ങനെയാണ് ഒമാൻ ഫോം ചെയ്തത്, എങ്ങനെയാണ് ഈ നാച്ചുറൽ ഗുഹകൾ ഉണ്ടായത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഭൂമി ഇപ്പോഴത്തെ അവസ്ഥയിൽ പല പല കോണ്ടിനെൻ്റായി തിരിഞ്ഞത്, അതെല്ലാം കാണിക്കുന്ന ഒരുപാട് എക്സിബിറ്റ്സ് ഉണ്ട്. പഴയ കുറേ മോണോലിത്ത് റോക്സും പഴയ കാൽസൈറ്റ്സും കുറേ ഫോസിൽസും ഒക്കെ അവിടെ ഉണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് ടൈമായി. നമ്മളവിടെ നിന്ന് നേരെ മസ്കറ്റിന് വിട്ട് അവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഫാം ഹൗസിലേക്ക് പുറപ്പെട്ടു. ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു കേട്ടോ. സിറ്റിയുടെ നടുക്ക് ഇത്ര മനോഹരമായ ഒരു ഫാം ഹൗസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ചെന്നപാടെ ഫാം ഹൗസ് ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് എല്ലാവരും തന്നെ പൂളിലേക്ക് ഇറങ്ങി. കുട്ടികൾക്ക് ഇറങ്ങാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിലും നമുക്കൊന്നും ആദ്യം ഇറങ്ങാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ മുതലേ എല്ലാവരും വെള്ളത്തിലായിരുന്നു. പിന്നീട് കയറി വന്ന് ഡിന്നറൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി. മെയിനായിട്ടും നമ്മുടെ രാജചേച്ചിയാണ് ഇതിൻ്റെയൊക്കെ ലീഡർ. പുള്ളിക്കാരിയാണ് നമ്മളെ ഗൈഡ് ചെയ്ത് എന്ത് ചെയ്യണം എന്നൊക്കെ, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ച് നമ്മളൊക്കെ തട്ടിക്കൂട്ടി ആ നൈറ്റ് അടിപൊളിയായിട്ട് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ഫാം ഹൗസിൽ അന്ന് രാവിലെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നല്ല കപ്പ വേവിച്ചതും മുളക് ചമ്മന്തി. പിന്നെ നമ്മുടെ കുട്ടീസിന് ഇതൊന്നും കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് അവർക്ക് ട്യൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെയും കുറച്ച് നേരം ഫൺ ഗെയിംസും കഥകളും കാര്യങ്ങളും ഒക്കെ ആയി വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ പതുക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒമാനോട് വിട പറയാൻ തയ്യാറായി. ഒരുപാട് നല്ല മെമ്മറീസ്, ഒരുപാട് നല്ല ബോൺസ്, കുറേയേറെ അറിവുകൾ ഒക്കെ സമ്മാനിച്ച് ഒരു 3 ദിവസം അത് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങളുടെ സ്പോൺസറോടും താങ്ക് യു പറഞ്ഞു
ഞങ്ങൾ ദുബൈയിലേക്ക് വണ്ടി വിട്ടു. ഹത്ത ബോർഡർ എത്തിയപ്പോഴേക്കും ഏകദേശം 3 മണിയോളാവും. അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്, ബോർഡർ ക്രോസ് ചെയ്ത് ദുബൈ എത്തിയതിനു ശേഷം. അങ്ങനെ ഇനിയും ഇതുപോലുള്ള റോഡ് ട്രിപ്പുകൾക്ക് ഒത്തുകൂടാം എന്ന പ്രതീക്ഷയോടെ, ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ അതിനൊരു ട്രിപ്പ് അവിടെ വൈൻഡപ്പ് ചെയ്ത് എല്ലാവരും വീടുകളിലേക്ക് പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.